പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാസപ്പടി കേസിലുള്ള വിജയൻ്റെ ഇടപെടൽ സംബന്ധിച്ച് ഉണ്ടായിരുന്ന സംശയങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, 2023 ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട നാൾ മുതൽ, അതായത് 2023 6-ാം മാസം ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ വിജയൻ്റെ മകൾ വീണയ്ക്ക് CMRL എന്ന് പറഞ്ഞ കരിമണൽ കർത്താവിൻ്റെ കമ്പനി ഒരു സേവനവും നൽകാതെ 1,72,00,000 രൂപ കൊടുത്തു എന്നത് ആ വിധിന്യായം വന്നപ്പോൾ മുതൽ ആരംഭിച്ച ഈ വിവാദം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ആ വിവാദം ഉണ്ടായ സമയത്ത് CPM-കാർ പറഞ്ഞെന്താ, ഇതിനകത്തൊന്നുമില്ല, ഇത് പിന്നെ വിജയൻ്റെ മകൾ ഒരു കമ്പനിയുമായി നടത്തിയ ഇടപാട്, അത് വളരെ സുതാര്യം എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അതിനകത്ത് പിന്നീട് തെളിവുകൾ ഒരു മലവെള്ളപ്പാച്ചിൽ കയറി വന്നു. വിജയൻ്റെ മകൾക്കതിൽ ബന്ധമുണ്ട് എന്ന് കാണുന്ന ഒരു പിടി തെളിവുകൾ വന്നു. വിജയൻ്റെ മകളുടെ വീട്ടിൽ റെയ്ഡ് നടന്നു. വിജയൻ്റെ മകളെ 1 അല്ല 2 തവണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ CPM-കാർക്ക് കളി മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ മലക്കം മറിഞ്ഞിട്ട് അവർ പറഞ്ഞു, അവരാദ്യം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അവർ വിജയൻ്റെ മകൾ വീണയെ പരിപൂർണമായി സംരക്ഷിക്കുകയായിരുന്നു. ഇതിനകത്ത് വിജയന് യാതൊരു പങ്കുമില്ല, മകൾക്കും ഇതിനകത്തൊരു പങ്കുമില്ല, ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, ഇതങ്ങോട്ട് സേവനം കൊടുത്തപ്പോൾ ഇങ്ങോട്ട് തന്ന റെമ്യൂണറേഷനാണ്, ഇത് ബാങ്ക് ട്രാൻസാക്ഷനാണ്, ഇതിന് GST കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മകൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നായിരുന്നു CPM-കാരും അവരുടെ പാർട്ടിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയൻ്റെ മകളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുകയും അവിടുന്ന് പല രേഖകളും പിടിച്ചെടുക്കുകയും വിജയൻ്റെ മകളെ 1 അല്ല 2 തവണ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക കൂടെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് CPM-കാർക്ക് ഇത് പെശകാണെന്ന് മനസ്സിലായി. അവർ മലക്കം മറിഞ്ഞിട്ട് അവർ എന്ത് പറഞ്ഞു, മകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മകൾ നോക്കിക്കൊള്ളും, പക്ഷെ അച്ഛനെ ഇതിനകത്ത് കുറിക്കാൻ ശ്രമിക്കരുത്. അച്ഛനെതിരെ എന്താണ് തെളിവുള്ളത്? വിജയനെതിരെ എന്ത് തെളിവാണുള്ളത്? വിജയനെതിരെ എന്ത് രേഖയുണ്ട്? വിജയനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? വിജയൻ്റെ മകളുടെ വീട്ടിൽ വന്ന് മകളെയാണ് ചോദ്യം ചെയ്തിട്ട് പോയത്, അച്ഛനെ ചോദ്യം ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വിജയനെ ഇതിനകത്ത് കുറിക്കാൻ മനഃപൂർവ്വം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ശ്രമത്തിനെല്ലാം ഞങ്ങൾ അതിശക്തമായി നേരിടും, ഞങ്ങൾ നിയമപരമായി അല്ലാതെയും ജനകീയമായും ഒക്കെ നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു CPM-കാർ. സുഹൃത്തുക്കളെ, എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം സംഭവിച്ചിരിക്കുന്നത് വിജയന് ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ളത് കൃത്യമായി വന്നിരിക്കുന്നു. വിജയന് ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ളത് പൊതുമണ്ഡലത്തിന് കൃത്യമായി അറിയാമായിരുന്നു. കാരണം വിജയൻ്റെ മകളായതുകൊണ്ടാണല്ലോ ഈ കർത്താവ് ഈ പണം കൊടുത്തിട്ടുള്ളത്. അത് കോമൺ സെൻസ് അല്ലേ, അത് ആർക്കാരണം അറിയാൻ പാടില്ലാതിരുന്നത്. വിജയൻ്റെ മകളല്ലായിരുന്നെങ്കിൽ വീണയ്ക്ക് കരിമണൽ കമ്പനിയിൽ 2,72,00,000 രൂപ കൊടുക്കില്ലായിരുന്നു, എനിക്ക് ആരും സംശയമില്ല. എന്ന് മാത്രമല്ല, 2023 വന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ തന്നെ ഇത് വിജയൻ്റെ മകളായതുകൊണ്ടാണ് എന്നുള്ള നിലയിലുള്ള പരോക്ഷമായിട്ടുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. വിജയനും മാസപ്പടി മേടിച്ചു എന്നുള്ള വിവരം അതിനകത്തുണ്ടായിരുന്നു. PV എന്നുണ്ടായിരുന്നു. അത് ഞാനല്ല, വേറെ എത്രയോ PV മാറി നാട്ടിലുണ്ട് എന്ന് പറഞ്ഞ് വിജയൻ അതിനെ തള്ളിക്കളയുകയായിരുന്നു. അപ്പോൾ പൊതുമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പൊതുമണ്ഡലത്തിന് ഇത് കൃത്യമായി അറിയാമായിരുന്നു വിജയന് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത്. പക്ഷേ വിജയനും CPM ഒന്നും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കേസിൽ വീണ വിജയൻ്റെ സ്വത്ത് മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്ത 21 പേജുള്ള റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? 17/4/2024 തന്നെ, അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കരിമണൽ കർത്ത എന്ന് പറയുന്ന ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ശശിധരൻ കർത്ത എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ കൊടുത്ത മൊഴിയിൽ തനിക്ക് തൻ്റെ കമ്പനിക്ക് വീണ വിജയൻ ഒരു സേവനവും നൽകിയിട്ടില്ലെന്നും അവർക്ക് 2,78,00,000 രൂപ കൊടുത്തത് അവരുടെ അച്ഛനുമായിട്ടുള്ള സ്വകാര്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും പറഞ്ഞതായിട്ട് ഇപ്പോൾ ഈ മൊഴിയിൽ ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. ആ മൊഴി കൊടുത്തിട്ട് കൊല്ലം 2 കഴിഞ്ഞു. ആലോചിച്ച് നോക്കണം. പക്ഷേ അതിന്മേൽ ഇടിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പറ്റായിരുന്നു. എന്തുകൊണ്ടാണ്? കോടതിയിൽ അതിന് സ്റ്റേ മേടിച്ച് പോകുമായിരുന്നു. ആ സ്റ്റേ ആണ് ഇപ്പോൾ വെക്കേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പോൾ ശശിധരൻ കർത്ത 2024 തന്നെ ഇത് വിജയനുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം കൊടുത്തത് എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ആ വ്യക്തിബന്ധം എന്ന് പറയുന്നത് കർത്താവിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തതിനായിരിക്കണമല്ലോ. ചുമ്മാ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചുമ്മാ കരിമണൽ കർത്ത പൈസ കൊടുക്കും ഇല്ലല്ലോ. അപ്പോൾ പിണറായി വിജയൻ എന്തോ ചെയ്തിട്ടാണ് ആ പൈസ കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് നമുക്കറിയാം. കാരണം കേന്ദ്ര ഗവൺമെൻറ് കരിമണൽ ഖനനം നിരോധിക്കണം,
അത് പൊതുമേഖലയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞ 4-5 വർഷക്കാലം കരിമണൽ ഖനനം നടത്താൻ കരിമണൽ കർത്താവിന് ഖനനം നടത്താനുള്ള അനുവാദം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ കൊടുത്തതിനുള്ള പാരിതോഷികം എന്നുള്ള നിലയിലാണ് മകൾക്ക് 2.78 കോടി രൂപ കൊടുത്തതെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്ത സുഹൃത്തുക്കൾ. അപ്പോൾ ഉറപ്പല്ലേ? അപ്പോൾ വിജയൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയൻ ഈ കേസിൽ പ്രതിയാവാൻ പോകുന്നു എന്നുള്ളത് വ്യക്തം. പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മകൾക്ക് ഈ പണം കൊടുത്തത് എന്നുള്ള മൊഴി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ശശിധരൻ കർത്ത കൊടുത്തതോടുകൂടി വിജയൻ ഈ കേസിൽ പ്രതിയാവാൻ ഉള്ള അരങ്ങ് ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയന് സമൻസ് വരും. പിണറായി വിജയന് സമൻസ് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനെ ചോദ്യം ചെയ്ത് കഴിയുന്നതോടുകൂടി പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാവും. അത് ഇതിലെ മൊഴിയുമായി ബന്ധപ്പെട്ട് വളരെ ക്ലിയർ ആണല്ലോ ആ കാര്യം. അപ്പോൾ അടുത്ത ചോദ്യം എന്താ? വിജയൻ പ്രതിയാകുന്നുള്ളത് ഉറപ്പാണ്. അത് അടുത്ത മാസം സംഭവിക്കും. വിജയൻ പ്രതിയായാൽ വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുമോ? മാറില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. കാരണം ലജ്ജ ഉളുപ്പില്ലാത്ത ആളാണ് വിജയൻ. അതുകൊണ്ട് വിജയൻ അവിടെ നിന്ന് മാറുന്ന പ്രശ്നമില്ല. കാരണം 102 സീറ്റ് തോറ്റിട്ടും ഉളുപ്പില്ലാതെ പ്രതിപക്ഷ നേതാവായിരിക്കണം. അതുകൊണ്ട് അയാൾക്ക് ലജ്ജയില്ല. പക്ഷേ CPM അയാളെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ ഇല്ലേ? ഇതാണ് ചോദ്യം. സുഹൃത്തുക്കളെ, അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിജയൻ മാസപ്പടി കേസിൽ പ്രതിയാവുകയാണെങ്കിൽ അത് വിജയൻ പ്രതിയാകുന്ന 2ാമത്തെ കേസായിരിക്കും അത് എന്നുള്ളതാണ്. വിജയൻ ഇതിനു മുമ്പ് വേറൊരു കേസിൽ പ്രതിയായിരുന്നു. അതാണ് ലാവ്ലിൻ കേസ്. ഇന്ത്യയിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഖജനാവിൽ നിന്ന് 374.5 കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്ന് കണ്ടുപിടിച്ച ആ ലാവ്ലിൻ കേസിൽ 2008 മുതൽ 2011 വരെ പിണറായി വിജയൻ പ്രതിയായിരുന്നു. ആ കേസിൽ, വൻ അഴിമതി കേസിൽ പ്രതിയായിരുന്നപ്പോൾ അയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അന്ന് ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് കാരാട്ടിനോട് ചോദിച്ചു, ഇതുപോലൊരു അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള ആൾ എങ്ങനെ CPM പോലൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ നൽകിയ മറുപടി എന്താണെന്നറിയോ? അത് പാർട്ടിയുടെ സ്ഥാനമല്ലേ, പാർലമെൻ്ററി രംഗത്തുള്ള സ്ഥാനമല്ലല്ലോ. പാർലമെൻ്ററി രംഗത്തുള്ള സ്ഥാനമായിരുന്നെങ്കിൽ അയാൾ മാറുമായിരുന്നു. പക്ഷേ ഇത് പാർട്ടിയുടെ സ്ഥാനമാണ്, അതുകൊണ്ട് മാറേണ്ടതില്ല എന്നുള്ള ഉളുപ്പും ലജ്ജയും ഇല്ലാത്ത ന്യായീകരണം പറഞ്ഞാണ് അന്ന് പിണറായി വിജയനെ, അന്ന് ദേശീയ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് രക്ഷപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പം പിണറായി വിജയൻ മാസപ്പടി കേസിൽ പ്രതിയായാൽ പിണറായി വിജയൻ പാർലമെൻ്ററി രംഗത്ത് MLA ആയിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുകയല്ലേ? അപ്പോൾ സ്വാഭാവികമായും അന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞത് നടപ്പിലാക്കുകയാണെങ്കിൽ പിണറായി വിജയൻ മാസപ്പടി കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ പിണറായി വിജയൻ ഈ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. പിണറായി വിജയൻ പാർട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാത്രമല്ല MLA സ്ഥാനത്ത് പോലും പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും ഈ നേരത്തെ CPMൻ്റെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ. പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടിയല്ലേ ഇത്? ഈ പാർട്ടി ഇങ്ങനെ ന്യായമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമോ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ലാവ്ലിൻ കേസിൽ പ്രതിയായ സമയത്ത് എന്തെങ്കിലും തലയ്ക്ക് വെളിവുള്ളവനായിരുന്നെങ്കിൽ ആ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടല്ലായിരുന്നോ? മാറ്റിയില്ല. ഇപ്പം 102 സീറ്റിലേക്ക് മത്സരിച്ചപ്പോൾ ഞാനല്ലാതെ മറ്റാര് എന്ന് പറഞ്ഞാൽ മത്സരിച്ചിട്ട് ജനം ചവറ്റുകൊട്ടിലെടുത്ത് പുറംകാലം കൊണ്ട് തൊഴിച്ചു. എന്നിട്ടും ഉളുപ്പില്ലാതെ അയാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ആരാ? CPM അല്ലേ? സത്യത്തിൽ അയാളെ നമ്മൾ കുറ്റപ്പെടുത്തിയ കാര്യമുണ്ട്. CPM അല്ലേ? ആ CPM, ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ മാസപ്പടി കേസിൽ അയാളെ പ്രതിയായാലും അയാളെ ചോദ്യം ചെയ്താലും ഒന്നും അയാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഈ പാർട്ടി അയാളെ മാറ്റാൻ പോകുന്നില്ല. അയാൾ മാറാനും പോകുന്നില്ല. അയാൾ അവിടുന്ന് ഇറങ്ങാനും പോകുന്നില്ല. ആരും സംശയവുമില്ല. അതുകൊണ്ട് അയാൾ ആ സ്ഥാനത്ത് ചടഞ്ഞുകൂടി അവിടെ ഇരിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ അയാൾ പോവില്ല, അയാൾ ഇറങ്ങിപ്പോവില്ല. അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ അയാളുടെ കൂടെ ഒരു സംവിധാനം കൂടെ കാണും. അയാൾ മുങ്ങിച്ചാകുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു ഭാണ്ഡക്കെട്ടും കൂടെ കാണും. അയാൾ മുങ്ങിച്ചാകുമ്പോൾ അയാളുടെ കൂട്ടത്തിൽ ഒരു പുഴുത്ത് ചീഞ്ഞ് നിറയൊരു ഭാണ്ഡക്കെട്ടും കൂടെ കാണും. അതായിരിക്കും CPM എന്ന് പറഞ്ഞ പാർട്ടി. അതുകൊണ്ട് അയാൾ ഒരു പോക്ക് പോകുമ്പോൾ പോകുന്ന അയാളുടെ കൂടെ ഈ പാർട്ടി എന്ന് പറഞ്ഞ ഭാണ്ഡക്കെട്ടും മുങ്ങിത്തീരും എന്നുള്ള കാര്യത്തിൽ ആരും സംശയവുമില്ല. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി പറയാം, അയാൾ ഈ കേസിൽ പ്രതിയാവാൻ പോവുകയാണ്. അയാളെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അയാൾ പ്രതിസ്ഥാനത്തിരിക്കുന്ന അയാൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറായും പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായും തുടരും. അതോടുകൂടി ഈ പാർട്ടിയുടെയും അയാളുടെയും അന്ത്യകൂദാശ നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല.